ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജിറ്റബിൾ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കാൻ പോണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം 1 കപ്പ് ബാസ്മതി റൈസ് ഇവിടെ 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ആദ്യം തന്നെ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഇതുപോലെ നല്ല കനം കുറഞ്ഞ രീതിയിൽ നീളത്തിൽ സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ക്യൂബായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്ത അളവിൽ തന്നെ പൊട്ടറ്റോവും കട്ട് ചെയ്യുക. ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റും പൊട്ടറ്റോവും ഗ്രീൻ പീസും മാത്രമേ എടുത്തിട്ടുള്ളൂ. സോയാ ചങ്ക്, കോളിഫ്ലവർ, പിന്നെ ബ്രോക്കോളി, അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ. പിന്നെ 2 തക്കാളി ഇതുപോലെ കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് മസാല എങ്ങനെയാണ് തയ്യാറാക്കാൻ പോണെന്ന് നോക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടായ ശേഷം വലിയ ജീരകം, അതിലേക്ക് കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, പിന്നെ 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ സവാള കട്ട് ചെയ്തും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് വരെ വഴറ്റി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് പച്ചമണം പോയ ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ലോണം വെന്ത് വന്ന ശേഷം നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ 2-3 മിനിറ്റ് വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലി, കുറച്ച് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, അപ്പോൾ 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിലേക്ക് തന്നെ കുറച്ച് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടെ ചേർത്ത് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മസാലയും വെജിറ്റബിൾസും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം ഡ്രൈ ആയി മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഇവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് ബിരിയാണി ഇല, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ ഈ സ്റ്റാർ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സവാള നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ കുക്ക് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, കൂടെ തന്നെ 1 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് പച്ചമണം മാറി കിട്ടുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. അതിലേക്ക് തന്നെ 1 കൈപ്പിടി അളവിന് മല്ലിയില, അതേ അളവിന് തന്നെ പുതിന ഇലയും ചേർത്ത് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ബാസ്മതി റൈസും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം നമുക്ക് ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് ആ ഗ്ലാസ് അളവിന് 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് 2 ടേബിൾ സ്പൂൺ പശുവും പാലും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ 2 വിസിൽ വരെ എടുത്താൽ മതി, കറക്റ്റായിരിക്കും. അപ്പോൾ റൈസ് റെഡിയായി. അപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്ത് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ റൈസൊക്കെ നല്ലോണം ഒട്ടാതെ ഒരുപാട് വേവ് കുറവില്ലാതെ കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടിപ്പോയാലോ 1 വിസിൽ എക്സ്ട്രാ ഇട്ടാലോ തന്നെ റൈസ് ഇതുപോലെ കറക്റ്റായിട്ട് വരില്ല. അടുത്ത് നമുക്ക് റൈസും മസാലയും കൂടെ മിക്സ് ചെയ്യാം. ചെറിയ ബൗളിലേക്ക് ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും കുറച്ച് റൈസ് ഇട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതൊരു വീഡിയോ ഭംഗിക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ റൈസ് ഞാൻ മുഴുവനായിട്ട് മിക്സ് ചെയ്തിട്ടില്ല. റൈസ് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഫുഡ് കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.